ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആരെന്നറിയോ? രണ്ട് മുഖമുള്ള വ്യക്തികളാരോ? അവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പടച്ചവന്റെ പരലോകത്ത് മുഖമെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ തലകുനിച്ച് നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, മോനെ, പ്രിയമുള്ള വാപ്പമാരോട് സ്നേഹത്തോട് കൂടി പറയുകയാണ്, പാടില്ലടാ രണ്ട് മുഖമുണ്ടല്ലോ, വരാൻ പാടില്ലോ. കൂട്ടുകാരുടെ കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ കൂടുമ്പോ അവനെ പറ്റി നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരാണ്. മോനെ, കൂട്ടുകാരന്റെ പ്രിയപ്പെട്ടവരെ പോയി കഴിയുമ്പോ അവൻ കൊള്ളാത്തവനാ, അവൻ ചീത്ത ചെയ്യുന്നവനാ, അവൻ ഒരുപാട് തിന്മ ചെയ്യുന്നവനാ എന്ന് പറഞ്ഞുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞു നടക്കുന്ന പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, തലകുനിച്ച് നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗമാരോ? രണ്ട് മുഖമുള്ളവരാ. രണ്ട് മുഖമുള്ള ചങ്ങാതിമാര് നാളെ പടച്ചവന്റെ പരലോകത്ത് എന്താ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് മുഖമെന്ന് പറഞ്ഞ എങ്ങനെ? ഒരു മുഖം ഇവിടെ, ഒരു മുഖം ഇവിടെ. അതല്ലപ്പ പറഞ്ഞ ചില ചങ്ങാതിമാരുണ്ട്, പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദേ, ഉസ്താദ് നല്ല ഖത്തീബട്ട ഉസ്താദേ, ഉസ്താദ് സൂപ്പർ അട്ട ഉസ്താദേ, ഉസ്താദ് നിസ്കാരത്തിലേക്ക് ഉസ്താദ് സ്പീഡിലൊക്കെ നിസ്കരിച്ചു, അൽഹംദുലില്ലാ, ഞങ്ങൾ വെറുപ്പിക്കാതെ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം ഉസ്താദേ എന്ന് പറയും. എന്നിട്ട് ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ചായക്കട ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ചായ എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും. അത് കടി ഓർഡർ ചെയ്യൂല, ചായ കുടിക്കും. ആ നല്ലത് പറഞ്ഞ പള്ളിയിൽ ഉസ്താദിനെ പറ്റി തെമ്മാടിത്തരം ചായക്കടയിൽ ഇരുന്ന് പറയും. അല്ലാഹു ഈമാൻ നൽകട്ടെ. അതാ പറഞ്ഞ രണ്ട് മുഖമുള്ള ചങ്ങാതിമാര്. അവര് മരിക്കുമ്പോ മരിച്ചു പടച്ചവന്റെ പരലോകത്ത് ചെന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില കുടുംബശ്രീ താത്തമാരെ കണ്ടിട്ടില്ല? ഇവിടെ കുടുംബശ്രീ ഉണ്ടോ? ഇവിടെ കുടുംബശ്രീ ഉണ്ടോ? ഈ സർക്കാരിന്റെ വകുപ്പിൽ വെട്ടി തൂക്കണ അതില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ട് കുടുംബശ്രീ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ സർക്കാർ തിരഞ്ഞെടുക്കും, ഏതെങ്കിലും വീട്ടിലേക്ക് വിടും, ചവറൊക്കെ തൂക്കാൻ പറയും, അവര് തൂക്കൂല, അവരിങ്ങനെ വെറുതെ ഇരിക്കും, ലാസ്റ്റിങ് പോരും. അതാ കുടുംബശ്രീ. ഈ കുടുംബശ്രീയുടെ താത്തമാരുണ്ട്. എങ്ങനെ ചെയ്യണം? എന്താ ചെയ്യണേ? അവിടെ ചെന്നിട്ട് അപ്പുറത്ത് തൊട്ടടുത്തൊരു താത്ത ഉണ്ടാവും. മോളെ, നിന്റെ മാല കണ്ടില്ല മൂസ, എന്ത് രസമുള്ള മാലയാ, ഇതാണെന്നൊക്കെ പറഞ്ഞ താത്താനെ മൂച്ചുമേങ്ങ് കേറ്റിട്ടോ അങ്ങാടി ചെന്നിട്ട് പറയും, ആമീനാനെ കണ്ടില്ലേ, ആമീനാടെ ഭർത്താവ് ഗൾഫിലാ, അയാൾ അതയച്ചു കൊടുക്കണത്, ഇതയച്ചു കൊടുക്കണ്. ഗൾഫിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ആ പൈസക്ക് റീചാർജ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ചെറുക്കന്റെ പിന്നാലെ ഇങ്ങനെ ബൈക്കിൽ കയറി നിന്ന് പോകും. ആമീനാടെ മോളുടെ സ്വഭാവം ഒന്ന് ഇങ്ങനെ ചുമ്മാ ഫനായും ഫസാദും പറഞ്ഞ് നടക്കണം ചില ചങ്ങാതിമാര്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലുണ്ട് കല്യാണം മുടക്കണ ചങ്ങാതിമാര്. ഇവിടെ ഉണ്ടോ കല്യാണം മുടക്കണവരുണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട് കല്യാണം മുടക്കണ ചില ചങ്ങാതിമാര്. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല മാന്യനാ. പക്ഷെ ആരെങ്കിലും വന്ന് ആ പെണ്ണിനെ പറ്റി ഇവനോട് ചോദിച്ച രണ്ട് മുഖമാ. ആ പെണ്ണിനെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കണ ചില ചങ്ങാതിമാര്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകട്ടെ. വജിഹയിൽ രണ്ട് മുഖമുള്ള ചങ്ങാതിമാര് പടച്ചവന്റെ പരലോകത്ത് നിന്യനാകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനോഹരമാകുന്ന ഉമർ തങ്ങളുടെ ചരിത്രമുണ്ട്. ഉമർ തങ്ങളുടെ മനോഹരമാകുന്ന ചരിത്രം. ഈ പള്ളിയിൽ ഉസ്താദന്മാരെ വെറുതെ ഇങ്ങനെ തോണ്ടാൻ വേണ്ടി നിൽക്കുന്ന ചില ചങ്ങാതിമാരുണ്ടാവും. വെറും ചങ്ങാതിമാരുണ്ടാവും. പള്ളിയിൽ ഉസ്താദ് എങ്ങനെയെങ്കിലൊക്കെ തോണ്ടണം, മാന്തണം, മൂപ്പര് തിരിച്ചൊന്നും പറയില്ലല്ലോ, പക്കേട്ടിങ്ങനെ ഇരുന്നോളും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഒരു മനോഹരമാകുന്ന ചരിത്രം പഠിക്കണം. എന്തിനാ പഠിക്കണേ? തെറ്റിദ്ധാരണ മാറണം. ഊഹം പാടില്ല. ഒരാളെ പറ്റി ഊഹം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അവനെന്താ അങ്ങനെ, അവനെന്താ, അത് ഏറ്റവും വലിയ തെറ്റാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകട്ടെ. പരസ്പരം വിശ്വാസം വേണം. ഇന്ന് കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ത്വലാഖ് ഉണ്ടാകാനുള്ള കാരണം എന്തേ? ഊഹമാണ്. ഭാര്യനെ ഫോൺ വിളിച്ചു, കിട്ടിയില്ല. ഭാര്യ സ്വന്തം വാപ്പാനെ ഫോൺ വിളിച്ചതായിരിക്കും, പക്ഷെ നീ അവനെ വിളിച്ചടാ, നീ അപ്പുറത്തെ മറ്റവനെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിയും ബഹളം ഉണ്ടാക്കാൻ വേണ്ടി
ചില ചങ്ങാതി രാത്രി 1 മണിക്ക് വിളിക്കുമ്പോൾ ഭാര്യ ബിസിയാണെങ്കിൽ അത് ഊഹിക്കണം, എന്തെങ്കിലും തെറ്റുകാരനുണ്ടാവും. പക്ഷെ പകൽ 1 മണിക്ക് 2 മണിക്കൊക്കെ വിളിക്കുമ്പോൾ ഭാര്യനെ കിട്ടണില്ല. ഭാര്യ ചിലപ്പോൾ സ്വന്തം വാപ്പാനെ വിളിച്ചതായിരിക്കും. അതിന് ഊഹിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ നടക്കും. മോനെ, മരിക്കണ സമയത്ത് ഈ മരിച്ചു പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ നിന്യനായി നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമാകുന്ന ചരിത്രം പഠിക്കണം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമാകുന്ന ചരിത്രമാണ്. അല്ലാഹുവേ, പടച്ചവനെ 2 മുഖങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ അല്ലാ. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, പെങ്ങളെ, മോനെ, 2 മുഖമുണ്ടല്ലോ, വരാൻ പാടില്ല. പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നടന്നു പോകുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഒരു മനോഹരമാകുന്ന തിളങ്ങുന്ന വീടിന്റെ പ്രിയപ്പെട്ടവരെ കാണുകയാണ്. പടച്ചവനെ, ആ വീടിന്റെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനവറുകളോ പോകുകയാ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പോകുമ്പോ ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ തലയിൽ തുണിയെല്ലാം ഇങ്ങനെ മറച്ചിട്ട് വീടിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. പടച്ചവനെ, ആരുടെ ഭരണമുള്ള രാജ്യമാണെന്നറിയോ? സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമാ. പടച്ചവനെ, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തില് ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവരെ തലയില് തോർത്തിട്ടുകൊണ്ട് മുണ്ടിട്ടുകൊണ്ട് മറച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. അബൂ ത്വൽഹ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറങ്ങലിക്കുകയാണ്. ആരാണ് അല്ലാഹ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ്. ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീടിന്റെ പരിസരത്ത് മറയത്തിന്റെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുമ്പോ ഒരുപാട് സമയം കഴിയുമ്പോ പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്ത് നിന്ന് കയറിപ്പോയ ചെറുപ്പക്കാരനുണ്ടല്ലോ ഇറങ്ങി വരികയോ. പടച്ചവനെ, ആരെന്നറിയോ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോ പടച്ചവനെ, രാജ്യം ഭരിക്കുന്ന ഉമറാണല്ലോ ഒരു വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇതെന്തോ ഒരു ഉമറാണ് അല്ലാഹ്, ഇതെന്തോ ഒരു ഉമറാണ് അല്ലാഹ്. രാജ്യം ഭരിക്കുന്ന ഉമറിന് പാതിരാത്രിയില് ഇതാണോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ പാതിരാത്രിയില് ഉമർ തങ്ങൾ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്, തിരിച്ചിറങ്ങുകയാണ്. അല്ലാഹുവേ, ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ അബൂ ത്വൽഹ തങ്ങളുണ്ടല്ലോ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ ആ വീടിന്റെ വാതിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ കൊട്ടുമ്പോ അല്ലാഹുവേ, ആ വീടിന്റെ വാതിൽ എന്റെ പ്രിയപ്പെട്ടവരെ തുറക്കുന്നത് ആരെന്നറിയോ? ഒരു പ്രായമുള്ള ഉമ്മയാണ് അല്ലാഹ്, ഒരു പ്രായമുള്ള ഉമ്മയാണ് അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ ശരീരമെല്ലാം ചുക്കിച്ചുളങ്ങിയിരിക്കുന്ന ഒരു ഉമ്മയുണ്ടല്ലോ. ആ വാതിൽ എന്റെ പ്രിയപ്പെട്ടവരെ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, അബൂ ത്വൽഹ തങ്ങളുണ്ടല്ലോ നെട്ടിത്തരിക്കുകയോ. അബൂ ത്വൽഹ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, ഉമ്മാ, ഇന്നലെ രാത്രിയില് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരാൺതരിയുണ്ടല്ലോ, അതാരോട് ഉമ്മ? ഉടൻ തന്നെ ആ ഉമ്മ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, എനിക്കറിയില്ല, ആരാണെന്നറിയില്ല. എല്ലാ ദിവസം എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നൊരു പൊന്നുമോനാ, എന്റെ കാഷ്ടം പോലും വാരുന്ന മോനാ, എനിക്ക് മലമൂത്ര വിസർജനം നടത്തി തരുന്ന മോനാ, എന്നെ ശുദ്ധിയാക്കുന്ന പൊന്നുമോനാ, എനിക്ക് ഭക്ഷണം വെച്ച് നൽകുന്ന പൊന്നുമോനാ. പടച്ചവനെ, അബൂ ത്വൽഹ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കരയുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവർ
പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്, ഉമ്മ അതാരാണെന്ന് മനസ്സിലായോ ഉമ്മ? ഉടൻ തന്നെ ഉമ്മ പറയുന്നു, മനസ്സിലായില്ല. അബൂ തൽഹ തങ്ങള് കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അതാരെന്നറിയോ? അതാരെന്നറിയോ? ഖത്താബിന്റെ മകനാ, ഈ രാജ്യം ഭരിക്കുന്നു ഉമർ തങ്ങളാ, ഉമർ തങ്ങളാ, ഉമർ തങ്ങളാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാ. അബൂ തൽഹ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് ഉമർ തങ്ങളോട് പൊരുത്തം വാങ്ങുകയാണ്. എന്തേ? ഉമർ തങ്ങളെ പറ്റി എന്റെ പ്രിയപ്പെട്ടവരെ മോശത്തരം ചിന്തിച്ചു പോയത് കൊണ്ടാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, ഏതെങ്കിലും പെൺകുട്ടികൾ എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മംഗലാപുരത്തിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ അവളെ പറ്റി ഇല്ലാത്തത് പറയില്ലേ? ഏതെങ്കിലും ചെറുപ്പക്കാര് മംഗലാപുരത്തിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ അവരെ പറ്റി ഇല്ലാത്തത് പറയില്ലേ? രണ്ടു മുഖമുള്ളവര് അവരെവിടെയെന്നറിയോ? അവരെവിടെയെന്നറിയോ? കത്തിജ്വലിക്കുന്ന നരകത്തിലാണെന്ന് ആദരവാകുന്ന പ്രവാചകം പറയുമ്പോ, അല്ലാഹുവേ രണ്ടു മുഖമുള്ളവരെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. രണ്ടു മുഖമുള്ളവരാകാൻ പാടില്ലെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതാ. നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോയാൽ മതി, അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ കാൽവറി ഇങ്ങനെ പൊട്ടും, ലഡു ഇങ്ങനെ പൊട്ടും. ഓള് കണ്ടില്ലപ്പാ, നടക്കണത് കണ്ടില്ലേ, ഓളെ നടത്തം കണ്ടില്ലേ, ഓള് പിഴച്ചവളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടു മുകള ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. നമ്മുടെ ചില കൂട്ടുകാരങ്ങനെ ഉണ്ടപ്പാ, നല്ല ചില കൂട്ടുകാരങ്ങനെ ഉണ്ട്. നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ പൊക്കി 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 പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഊറ്റി 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 ജീവിക്കണ ചില ചങ്ങാതിമാരുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ, എടാ കണ്ടില്ലടാ, ഹക്കീം കണ്ടില്ലടാ, ചുമ്മാ ബാഡ്ജുട്ട് നടന്ന് പള്ളിക്കമ്പറ്റിന്ന് പൈസ മുക്കി നടക്കുവാന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, പറഞ്ഞു നടക്കും. അതാ നമ്മുടെ കൂട്ടുകാരെന്ന് പറയണ. എടാ രണ്ടു മുഖമുള്ളവര് നാളെ പടച്ചവന്റെ പരലോകത്ത് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്ന്, അഹങ്കാരമുള്ളവർ. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടു മുഖമുള്ളവർ. മൂന്നേതാ? പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗമാരോ, മൂന്നാമത്തെ വിഭാഗമാരോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, പടച്ചവനെ, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ, ചെമ്പിന്റെ തറയില് അല്ലാഹുവേ നിന്യനാകുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. ഒരിക്കലും പോലും ജീവിതത്തിൽ കളവ് പറയാത്ത മദീനയുടെ നായകര് ഹബീബേ മുഹമ്മദ് മുസ്തഫ, ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെന്നറിയോ? ആരെന്നറിയോ? ഉത്തരവാദിത്വത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച വരുത്തുന്നവരാരാ? ഉത്തരവാദിത്വത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച വരുത്തുന്നവരാരോ? പള്ളിയിലെ പ്രസിഡന്റ്, പള്ളിയിലെ സെക്രട്ടറിയോ, പള്ളിയിലെ ഖതീബോ, നാട്ടിലെ ചാരിറ്റി പ്രവർത്തകനോ, വീട്ടിലെ ഭർത്താവോ, വീട്ടിലെ കുടുംബനാഥനോ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ടവരെ ലംഘിച്ചു കഴിഞ്ഞാൽ അവനാണ് മുഖമെന്റെ പ്രിയപ്പെട്ടവരെ തലകുനിക്കുന്ന മൂന്നാമത്തെ വിഭാഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 4, പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കാൻ അള്ളാഹു കഴിവ് നൽകണം. 4ാമത്തെ വ്യക്തിയാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആരെന്നറിയോ? ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, സഹാബ. 4ാമത്തെ വിഭാഗമാരോ? 4ാമത്തെ വിഭാഗമാരോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന 4ാമത്തെ വിഭാഗമാരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുക
പറയുകയാണ്, കഅബയുടെ നേരെ എന്നെ പ്രിയപ്പെട്ടവരെ തുപ്പുന്നതാരാ, തുപ്പുന്നതാരാ, തുപ്പുന്നതാരാ? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. പരിശുദ്ധമാകപ്പെട്ട കഅബയുടെ നേരെ എന്നെ പ്രിയപ്പെട്ടവരെ തുപ്പുന്നതാരാ? അവനുണ്ടല്ലോ മോനെ, നാളെ പടച്ചവന്റെ പരലോകത്ത് റബ്ബിന്റെ മുമ്പില് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതാ.